ഈ കണ്ണേക്കരളെ വി എസ് എന്ന് എല്ലാവരും മുദ്രാവാക്യം വിളിക്കുമ്പോഴും സുരേഷേട്ടന് വി എസ് കണ്ണാണ്, കരളാണ്, ജീവനാണ്. എങ്ങനെ പിടിച്ചു നിൽക്കുന്നു? തീർച്ചയായിട്ടും വളരെ വൈകാരികമായാണ്. കാരണം കഴിഞ്ഞ 23-നാണ് വി എസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിറ്റ് ചെയ്തത്. സ്വാഭാവികമായിട്ടും വി എസ് 102 വയസ്സായി. അപ്പോൾ കാർഡിയാക് അറസ്റ്റാണ് ആദ്യം വന്നത്. അപ്പോൾ പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള 10,000-കണക്കിന് ആൾക്കാർ വി എസ് തിരിച്ചു വരുമെന്ന് വിശ്വസിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരു പോരാളിയാണ്. ജീവിതത്തിലുടനീളം ബാല്യകാലത്തായാലും പാർട്ടി രംഗത്തായാലും പാർട്ടി സജീവമാകുമ്പോഴും യൗവനകാലത്തായാലും എല്ലാ കാലത്തും വി എസ് പോരാടിയിട്ടാണ് ജീവിതത്തെ നേരിട്ടത്. അത് തിരിച്ചു വരുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വി എസ് ഇല്ല എന്ന് വിശ്വസിക്കാൻ എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് കഴിയുന്നില്ല. വി എസ് ഒരു രക്ഷാകർത്താവായിരുന്നു കേരളത്തിൻ്റെ. വി എസ് ഒരു കാവലായിരുന്നു കേരളത്തിൻ്റെ. അനീതിക്കെതിരെ, അതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്, അതുപോലെ തന്നെ പരിസ്ഥിതി രാഷ്ട്രീയത്തിന് ഒക്കെ നേതൃത്വം കൊടുത്ത സഖാവ് വി എസ് കേരളത്തിൻ്റെ ഒരു അനിവാര്യമായ ഒരു നേതാവ് തന്നെയാണ്. എങ്ങനെ ഒരു നേതാവ് ഇനി ഒരിക്കലും ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. 92 പ്രതിപക്ഷ നേതാവാകുന്നത് തൊട്ടാണല്ലോ കൂടെ ഉണ്ടാകുന്നത്. അപ്പം തൊട്ട് ഒരു മുറിയിൽ വി എസിനൊപ്പം ഉറങ്ങുന്നു. അതായത് അത്രയ്ക്ക് ആത്മബന്ധമാണ് വി എസിൻ്റെ ഒരു ഉറക്കം. ഞാൻ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ കേട്ടു, ഉറക്കത്തിൽ പോലും പകുതി ഉറക്കത്തിലായിരിക്കും സുരേഷേട്ടൻ. കാരണം വി എസിനെ അത്രത്തോളം റീഡ് ചെയ്ത് മനസ്സിലാക്കിയ ഒരാൾ എന്നുള്ള നിലയിൽ ഈ വിയോഗത്തെയായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു? തീർച്ചയായിട്ടും എൻ്റെ മനസ്സ് പൊരുത്തപ്പെട്ടിട്ടില്ല. സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് അച്ഛനമ്മയെ നഷ്ടപ്പെട്ടതുപോലും ഞാൻ ഇത്രത്തോളം വേദനിച്ചിട്ടില്ല. കാരണം വി എസ് എനിക്ക് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഗസ്റ്റ് ഹൗസുകളിൽ താമസിക്കുമ്പോൾ വി എസ് പ്രായമുള്ള മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും രാത്രി അല്ലെങ്കിൽ 2-3 തവണ എണീക്കുമ്പോൾ ഞാൻ ഒരു അർദ്ധബോധത്തിലായിരിക്കും ഉറങ്ങുക. കാരണം സ്വാഭാവികമായിട്ട് എണീക്കുമ്പോൾ ബാത്റൂമിൽ വീഴാൻ പാടില്ല എന്ന ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വി എസിൻ്റെ കൂടെ സാന്നിധ്യമായി ഇന്നസെൻ്റെ ബോഡി ലാംഗ്വേജും മാനറിസവും അതിന് മനസ്സും ഒരു കുറേയേറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ വിമാനയാത്രയെക്കുറിച്ച് ഇപ്പോൾ വി എസിൻ്റെ ഒരു ധൈര്യം എന്നത് ഏറ്റവും ഇപ്പം ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച കാലഘട്ടത്തിലൊപ്പമുണ്ട്. ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ വി എസ് തളർന്നു പോയിട്ടുണ്ടോ? കാരണം ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളമുള്ള പോരാട്ടം മുഴുവൻ. തീർച്ചയായിട്ടും വി എസ് ഒരു കാലത്തും തളർന്നിട്ടില്ല എന്ന് മാത്രമല്ല, വി എസ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പരാജയപ്പെട്ടെന്ന് തോന്നിയാൽ ഒരടി പിറകോട്ട് വെച്ച് 2 അടി മുന്നോട്ട് വയ്ക്കുന്ന പ്രകൃതമായിരുന്നു സഹാബീസിൻ്റെ. വിമാനയാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വിമാന ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നൊരു യാത്രയായിരുന്നു. ഒരു യാത്ര രാവിലെ 6:30 ഫ്ലൈറ്റ് കയറുകയും കൊച്ചിയിൽ ലാൻഡ് ചെയ്യും, വീണ്ടും ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യുന്നൊരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ആയിരുന്നു. ആ ഫ്ലൈറ്റ് ഏതാണ്ട് നാഗ്പൂർ എത്തി എന്നുള്ളത് ലാൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എല്ലാവരും ദീർഘമായ ഉറക്കത്തിലായിരുന്നു. വി എസ് ഒരു പാതി മയക്കത്തിലായിരുന്നു. പക്ഷേ എയർ ഗട്ടറിൽ വിമാനം പെടുകയും ഉറപ്പായിട്ടും വളരെ വലിയൊരു ദുരന്തം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. ഫ്ലൈറ്റിനകത്ത് ശരിക്കും ഫ്ലൈറ്റ് ആടി ഒലഞ്ഞിട്ട് ഒരു ബെൽറ്റ് അഴിഞ്ഞു പോയാൽ എങ്ങനെയാണോ ഒരു മെഷീൻ പ്രവർത്തിക്കുക, അതുപോലെയായിരുന്നു പിന്നെ വിമാനത്തിൻ്റെ യാത്ര. ഏതാണ്ട് ഫ്ലോട്ടിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. അപ്പോൾ അടുത്തിരുന്ന ഷീല തോമസ് IAS ആയിരുന്നു എൻ്റെ അടുത്തിരുന്നു. വി എസ് തൊട്ട് അടുത്തിട്ടുണ്ട്. വി എസ് ഒന്നും അറിയാത്ത പോലെ വി എസ് ഇരുന്നു. ഞാൻ മാഡത്തോട് സ്വകാര്യം പറഞ്ഞു, എന്തായാലും ഇൻഷുറൻസ് ഉണ്ടല്ലോ, ഒരുപാട് പൈസ കിട്ടും, നമ്മൾ എന്തായാലും അപകടത്തിൽപ്പെട്ട ഇത്രയും മന്ത്രിമാരും പോവും, 6 മന്ത്രിമാരും 6-7 IAS ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ട്. മാഡം പറഞ്ഞു പേടിപ്പിക്കില്ല എന്ന് പറഞ്ഞു. മാഡം വളരെ തമാശയ്ക്ക് വി എസ് അത് ഒരു കുലുക്കുമില്ലാതെ പിന്നെ നാഗ്പൂർ ഫ്ലൈറ്റ് ഇറക്കുമ്പോഴാണ് ഒരു എഞ്ചിൻ തകരാറായെന്നും ഈ വിമാനം ഇനി പറക്കില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പം മറ്റുള്ള മന്ത്രിമാരൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ബേജാറാണ്. നമ്മളെല്ലാവരും മോഹം കാണുമല്ലോ. വി എസിന് ഒരു ബേജാറില്ല എന്ന് മാത്രമല്ല വളരെ ശാന്തനായി അന്ന് നാഗ്പൂരിലെ മലയാളി പത്രപ്രവർത്തകരോട് വി എസ് സംസാരിക്കുകയും ചെയ്തത്. കാരണം CP-യുടെ പോലീസിനെയും പട്ടാളത്തെയും നേരിട്ട് തുടങ്ങിയ ചരിത്രമാണ്. വി എസിനെ അവസാനം ഒരു നോക്ക് കയറി കണ്ടോ? പിന്നെ ഞാൻ കണ്ടു. ഞാൻ വീട്ടിൽ തന്നെ ഇന്നലെ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. വി എസിനെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും ആലപ്പുഴ വരെയും വി എസിനെ അലിയ ചൂടുകാട് വരെ കൂടെ ഉണ്ടാവും.